ഹായ് ഗൈസ്. അപ്പം നമ്മൾ അടിപൊളി ഒരു വിറ്റ് കാട്ടി തരാം. ഓരോരുത്തരും ഓരോ സ്ഥലം തിരഞ്ഞ് നടക്കുക. എന്തിനാ അറിയോ? മുടറാൻ വേണ്ടിയിട്ട്. അത് ഒന്ന് കണ്ടാലോ? അപ്പം ഇങ്ങനത്തെ അടിപൊളി ഒരു കാഴ്ച ഒന്ന് കാണാം. നോക്കിട്ടോ. ഒരാൾ ഇതിനുള്ളിൽ കയറി ബക്കറ്റിൽ, പിന്നെ അടുത്ത ആൾ നേരെ ആ ഇതിനുള്ളിൽ കേട്ടോ, പെട്ടീൻ്റെ ഉള്ളിൽ. ഇയാൾ ഈ ഇതിനുള്ളിൽ നീച്ച് പോയതാ മൂടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് മെല്ലെ നീച്ചാണ്ട് ഇപ്പോൾ പുറത്ത് പോയിക്കാം. അപ്പോൾ മറ്റാൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഒരാൾ ഇതാ മുണ്ടാനുള്ള സ്ഥലം തരിയിട്ട് ഉള്ള സ്ഥലം അവിടെയാണ്, ആ കൂട്ടിൻ്റെ ഉള്ളിലാണ്. അത് നമ്മൾ ഈ മറ്റേ എന്താ പറയുക, നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു ഇതാണ്. ഓളിപ്പോൾ ആ ഭാഗമാണ് കയ്യേറി. ഇനി വേറൊരാളുണ്ട്, വേറൊരാളിതാ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ പാത്രത്തിൽ കയറി മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് താഴത്തെ പാത്രത്തിലാക്കി. ഇനി വേറൊരാളെ കാട്ടി തരാം. വേറൊരാൾ കേട്ടോ ഇത് നമ്മൾ മറ്റേ എന്താ പറയുക, കോഴികളെ അട വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ്. അപ്പോൾ അട വെച്ചിട്ടില്ല ഒറ്റൊന്നും. ഇപ്പോൾ വിരിഞ്ഞവരൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് പാത്രം ഇത് കാലിയായിരുന്നു. അപ്പോൾ അവർ രണ്ടാളും ഇതിൽ കയറി. ഇനി അടുത്തൊരാളും കൂടി മുടടാ എവിടെയൊക്കെ തിരഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇങ്ങനെ അയച്ചിട്ടിരിക്കുക കേട്ടോ. നമ്മൾ ഫുള്ള് ഷീറ്റിട്ടുകൊണ്ട് ഭയങ്കര ഇരുടാണ് എപ്പോഴും. നമ്മൾ പുറത്തുനിന്ന് ഇതിങ്ങനെ മറച്ചും ചെയ്ത് ഉള്ള വെളിച്ചം കിട്ടുന്ന ഇതൊക്കെ നമ്മൾ മറച്ചും ചെയ്ത്, അതിനെക്കൊണ്ടാണ് ഇത്ര ഇരുടായിട്ട് തോന്നുന്നത് കേട്ടോ. അങ്ങനെ വെള്ളം ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫുഡ് നമ്മൾ വേസ്റ്റും ഒക്കെ കൂടി നമ്മൾ കുഴച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഗോതമ്പും അരിയും എല്ലാതും ഇട്ടിട്ട്. അപ്പോൾ ഇനി ഇതാക്കിയാൽ മതി. കണ്ടോ, അവളായിരുന്നു മെല്ലെ പോന്ന്, അവൾക്ക് അവിടെ കഴിയാൻ ചാനിച്ചിട്ട് ഇപ്പം മെല്ലെ അടുത്ത ആൾ കയറാൻ നിൽക്കുകയാണ്. ആൾ ഇവിടെ ഇട്ടോന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഇട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത ആൾ കയറി. നമുക്ക് അവിടെ പറ്റിയില്ല തോന്നുന്നുണ്ട്. ഓള് ഇറങ്ങി തോന്നുന്നു. അയാൾ മുട ഇട്ട് കഴിഞ്ഞ് തോന്നുന്നുണ്ട്. എന്തൊരു പെണ്ണെ 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 എണീറ്റ് എണീറ്റ് മുടട്ടോ മുടട്ടോ നോക്കട്ടെ. മുട ഇട്ടണല്ലോ. മാറിക്ക്, ഇനി മാറിക്കോ. നീ ഞങ്ങളെ ഫോളോവേഴ്സൊക്കെ ഒന്ന് കണ്ടോട്ടോ. ഇടൂ, എൻ്റെ ഫോളോവേഴ്സൊക്കെ ഒന്ന് കണ്ടോട്ടെ. നമ്മൾ ഒരുപാട് മുട അട ഇരിക്കട്ടോ. ഒരു 23 മുടയൊക്കെ ഞാൻ ഇവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ഇതിൽ 23 മുടയൊക്കെ വെച്ചിട്ട് അട വെച്ചിട്ട് വിരിയിപ്പിച്ച് ഇറക്കിയ ആളാണ് അവൾ. അത് ഓളെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, കറുപ്പ് പെടക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ആ പൂവൻകുഞ്ഞ് അതേമാതിരി പെടക്കുഞ്ഞിന് 2 നമ്മൾ അതിന് കൊടുത്തിട്ടോ. ഇതിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പുറത്തെ കൂട്ടിലും ഇപ്പുറത്തെ കൂട്ടിലൊക്കെ ഉണ്ട്. എണീക്ക് എണീക്ക് എണീക്ക്. കണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റാൾ അവിടെ കയറി. ഇനി അടുത്ത ആൾ ഇവിടെ വന്നുകൊണ്ട് കിടന്നോളൂ. നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ മുകളിലൊരു ഇത് ചെയ്യാണ്ട്, ഒരു എന്താ പറയുക, കോഴികൾക്ക് അട ഇരിക്കാൻ ഈ താഴത്തെ ഇത് മുകളിലത്തെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇതേമാതിരി കുഞ്ഞുങ്ങളെ കയറ്റാനുള്ള. ഇത് നമ്മളടുത്ത് ഇറക്കിയ പുതിയ ടൈപ്പ് കുഞ്ഞുങ്ങൾ കണ്ടാ. നമ്മൾ കുറേ മേടിച്ചതാട്ടോ. ഈ വൈറ്റ് നമ്മളടുത്ത് ഇല്ലായിരുന്നു. വൈറ്റിൽ ബ്ലാക്ക് പുള്ളികൾ നമ്മളടുത്ത് ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് ഇറക്കി അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ കാത്ത് നിൽക്കുക. ഇതിൽ നമ്മളെ ഞാൻ നേരത്തെ കാണിച്ച ആ തളേൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ കയറി ഇറങ്ങിയപ്പോൾ മറ്റാൾ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് എണീറ്റ് പോകാനായിട്ടില്ല, ഇച്ചിരി കൂടി കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.